നമസ്കാരം. കേരളം കണ്ട ഏറ്റവും ക്രൂരമായ കൊലപാതകത്തിന് ഇരയായ RMP നേതാവ് TP ചന്ദ്രശേഖരന്റെ വീട്ടിൽ നെയ്യാറ്റിൻകര ഉപതിരഞ്ഞെടുപ്പ് ദിവസം VS എത്തിയത് പാർട്ടിയുടെ നെഞ്ചിൽ തീകോരിയിട്ട് തന്നെയായിരുന്നു. അത്തരം മുൻ അനുഭവങ്ങളൊന്നുമില്ലാതിരിക്കെ എങ്ങനെ പ്രതികരിക്കണമെന്നും അറിയാത്ത പ്രതിസന്ധിയാണ് അത് പാർട്ടിയെ കൊണ്ടേ എത്തിച്ചത്. CPM നേതാക്കളുടെ നിരന്തര ആക്ഷേപങ്ങൾക്കൊക്കെ ഇരയായിക്കൊണ്ടിരിക്കുന്ന TPയുടെ വിധവ KK രമയെ കൈപിടിച്ച് ആശ്വസിപ്പിച്ചു. ഇതിന്റെ പ്രതിഫലനം തിരഞ്ഞെടുപ്പ് ഫലത്തിലുമുണ്ടായി. CPM 8 നിലയിൽ പൊട്ടി. VSന്റെ ഈ നീക്കം കാലങ്ങളോളം CPMൽ പുകഞ്ഞു. ഈ മാതൃക EP ജയരാജൻ ഏറ്റെടുത്തതുപോലെയാണ് ഇക്കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പ് ദിനത്തിൽ കണ്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഭാഗത്താണ് BJP ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ ഇടതുമുന്നണി കൺവീനറായിരുന്ന EP ജയരാജൻ കണ്ടുവെന്ന വെളിപ്പെടുത്തൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയത്. അത് വലിയ ചർച്ചയായെങ്കിലും പ്രതിരോധിക്കാനാകാത്ത അവസ്ഥയിലേക്ക് പാർട്ടിയെ എത്തിച്ചത് വോട്ടെടുപ്പ് ദിനത്തിൽ EP തന്നെ അത് തുറന്നു സമ്മതിച്ചതോടെയാണ്. അതോടെ അന്ന് തന്നെ കടുത്ത ഭാഷയിൽ മുഖ്യമന്ത്രി EPയെ വിമർശിക്കുന്ന നിലയിലേക്ക് ആ കാര്യങ്ങൾ എത്തി. പിന്നാലെ മുന്നണി കൺവീനർ സ്ഥാനവും ഇല്ലാതെയായി. ഇതോടെ പാർട്ടി കമ്മിറ്റികൾ പോലും ഒഴിവാക്കി രാഷ്ട്രീയ വനവാസത്തിലാകിയ EPയെ പിന്നെ പാർട്ടി വേദിയിൽ കണ്ടത് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മരിച്ചപ്പോഴാണ്. അപമാനിച്ച് ഇറക്കി വിട്ടു എന്ന വികാരം ഉണ്ടായിരുന്നുവെങ്കിലും പരസ്യ പ്രതികരണങ്ങൾക്ക് EP തയ്യാറായിരുന്നതുമില്ല. എല്ലാം പുസ്തകം എഴുതി വെളിപ്പെടുത്താമെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അത് ഇതുപോലെ ഒരു ദിവസം ഉണ്ടാകുമെന്ന് CPM സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ചേലക്കര നിലനിർത്തി മുഖം രക്ഷിക്കാൻ കിണിഞ്ഞ് പരിശ്രമിക്കുന്ന CPMന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. തന്റെ പുസ്തകം ഇങ്ങനെയല്ലെന്ന ദുർബല വിശദീകരണമാണ് ഇപ്പോൾ EPക്കുള്ളത്. ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ മാത്രമേ CPMന് ഇപ്പോൾ നിർവാഹമുള്ളൂ. അതാണ് നേതാക്കൾ ഇന്ന് ചെയ്തത് മുഴുവൻ. കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി CPMനെ പലപ്പോഴായി വെട്ടിലാക്കിയിട്ടുണ്ട്. ജയരാജന്റെ കുടുംബത്തിന് ഓഹരി പങ്കാളിത്തമുള്ള കണ്ണൂർ മൊറാഴയിലെ വൈദേകം റിസോർട്ടും BJP നേതാവും തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയുമായിരുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള നിരാമയ റിട്രീറ്റുമായുള്ള ബിസിനസ് പങ്കാളിത്തം പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടിരുന്നു. ആത്മകഥയുടെ കാര്യത്തിലെന്ന പോലെ ആദ്യം ഇത് നിഷേധിച്ച EP നിയമ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞു. എന്നാൽ പിറ്റേന്ന് തന്നെ എല്ലാം സമ്മതിക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതിനെ ന്യായീകരിക്കാൻ കുറച്ചൊന്നുമല്ല CPM ബുദ്ധിമുട്ടിയത്. ദേശാഭിമാനി ജനറൽ മാനേജറായിരുന്ന കാലത്ത് ഒരു പിടി ആരോപണങ്ങളാണ് EPക്ക് നേരെ ഉണ്ടായത്. ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് 2 കോടിയുടെ നിക്ഷേപം സ്വീകരിച്ചത് വലിയ വിവാദമായി. മാർട്ടിൻ്റേത് അടക്കം കമ്പനികൾക്കെതിരെ VS അച്യുതാനന്ദൻ സർക്കാർ ശക്തമായ നിയമയുദ്ധം നടത്തുമ്പോഴായിരുന്നു ഇത്. ദേശാഭിമാനിയുടെ വികസന ബോണ്ടാണ് താൻ വാങ്ങിയതെന്നായിരുന്നു ജയരാജന്റെ ആദ്യ വിശദീകരണം. പാർട്ടി വേദികളിലും പുറത്തും വിവാദമായപ്പോൾ അത് ബോണ്ടല്ലെന്നും പലിശ സഹിതം തിരിച്ചു നൽകുന്ന നിക്ഷേപമാണെന്നും വിശദീകരിച്ചു. എന്നാൽ പിന്നീടും അതിരൂക്ഷ വിമർശനം ഉയർന്നതോടെ 2 കോടി തിരിച്ചു നൽകി തടിയൂരാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അതേ വർഷം EP ജയരാജൻ വർക്കിംഗ് ചെയർമാനായ നായനാർ ഫുട്ബോൾ സംഘാടക സമിതി വിവാദ വ്യവസായി ഫാരിസ് അബൂബക്കറിൽ നിന്ന് 60 ലക്ഷം രൂപ കൈപ്പറ്റിയതും ജയരാജന് കുരുക്കായി. 2013 പാലക്കാട് പാർട്ടി പ്ലീനം നടക്കുമ്പോൾ ദേശാഭിമാനിയുടെ 1-ാം പേജിൽ കളങ്കിത വ്യവസായി ചാക്ക് രാധാകൃഷ്ണന്റെ, അതായത് VM രാധാകൃഷ്ണന്റെ സൂര്യ ഗ്രൂപ്പിന്റെ പരസ്യം സ്വീകരിച്ചതും വലിയ വിവാദമായി. തിരുവനന്തപുരത്തെ ദേശാഭിമാനിയുടെ കെട്ടിടവും 32 സെന്റ് ഭൂമിയും ചാക്ക് രാധാകൃഷ്ണന്റെ കമ്പനിക്ക് 3.3 കോടിക്ക് വിറ്റതിനെ ചൊല്ലിയുണ്ടായ വിവാദവും ജയരാജന്റെ സംഭാവന തന്നെയായിരുന്നു. കട്ടൻ ചായയും പരിപ്പുവടയും കഴിച്ച് ബീഡിയും വലിച്ച് പാർട്ടിയെ വളർത്താൻ നിന്നാൽ ഇക്കാലത്ത് ആളുണ്ടാകില്ല എന്ന ജയരാജന്റെ പ്രസംഗവും ഏറെ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന ആത്മകഥയുടെ പേര് തന്നെ ഉണ്ടായതും ഈ വഴിക്കാണ്. 1-ാം പിണറായി സർക്കാരിൽ വ്യവസായ മന്ത്രിയായി ചുമതലയേറ്റ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ബന്ധുവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ PK ശ്രീമതിയുടെ മകൻ സുധീർ നമ്പ്യാരെ KSIEയുടെ MD-ആയി നിയമിച്ചത് വിവാദമായി. ബന്ധു നിയമന വിവാദമുയർത്തി പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതോടെ ജയരാജന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഈ നിയമനത്തിൽ അഴിമതിയില്ലെന്ന് പിന്നീട് വിജിലൻസ് കണ്ടെത്തിയതിനെ തുടർന്ന് മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വന്നു. സംസ്ഥാന സെക്രട്ടറിയും പിന്നീട് മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ ശക്തമായ പിന്തുണയിലാണ് നടപടികളിൽ നിന്ന് ജയരാജൻ എല്ലാ കാലത്തും രക്ഷപ്പെട്ടിരുന്നത്.
വിഭാഗീയത രൂക്ഷമായിരുന്ന കാലത്ത് അതീവ ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളിൽ ഉൾപ്പെട്ടിട്ട് പോലും ഒരു സംഘടനാ നടപടിയും ഉണ്ടാകാതെ തന്റെ വിശ്വസ്തനെ പിണറായി എന്ന് രക്ഷിച്ചെടുത്തു. ഈ പരിരക്ഷ ഇപിക്ക് നഷ്ടമായതോടെയാണ് മുന്നണി കൺവീനർ സ്ഥാനം തെറിച്ചത്. CPM-ൽ ഇപ്പോൾ സമ്മേളന കാലമാണ്. ഈ സമയത്ത് നടക്കുന്ന ഈ വിവാദങ്ങൾ കേന്ദ്ര കമ്മിറ്റി സ്ഥാനത്തിന് വെല്ലുവിളിയാകുമോ എന്നാണ് ഇനി അറിയേണ്ടതും. നന്ദി.